ഏപ്രിൽ 3-ന് രാഹുൽ ഗാന്ധിയുടെ കൽപ്പറ്റയിലെ റോഡ് ഷോക്കിടെ വാഹനത്തിലുണ്ടായിരുന്ന പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം കാരണം പാതി വഴിയിൽ ഇറങ്ങേണ്ടി വന്നിരുന്നു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സഹായത്തോടെ കുഞ്ഞാലിക്കുട്ടിയെ വാഹനത്തിന് താഴെ ഇറക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തവുമാണ്. എന്നാൽ കുഞ്ഞാലിക്കുട്ടിയെ ഇറക്കി വിട്ടുവെന്ന തരത്തിൽ ചിലർ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. ഇത് നിരവധി പേർ ഏറ്റെടുക്കുകയും ചെയ്തു. കാര്യമറിയാതെ കോൺഗ്രസിനും രാഹുലിനും നേരെ പലരും പ്രതികരണവുമായി എത്തി. എന്നാൽ ഇപ്പോൾ കളി മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോക്കിടെ പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ വാഹനത്തിൽ നിന്നും ഇറക്കിവിട്ടെന്ന തരത്തിലുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചവർക്കെതിരെ കോഴിക്കോട് മുക്കം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് യൂത്ത് ലീഗ്. CPM അനുകൂല പ്രൊഫൈലുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പരാതി. റോഡ് ഷോയിലെ ലീഗ് പതാക സംബന്ധിച്ച വാദപ്രതിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത്. റോഡ് ഷോയിലെ ലീഗ് പതാക സംബന്ധിച്ച വാദപ്രതിവാദങ്ങൾക്കിടെയാണ് കുഞ്ഞാലിക്കുട്ടിയെ വാഹനത്തിൽ നിന്നും ഇറക്കിവിട്ടെന്ന കുറിപ്പോടെ വീഡിയോ പ്രചരിക്കുന്നത്. 100 കണക്കിന് ആളുകൾ ഈ പോസ്റ്റ് പങ്കുവച്ചിട്ടുമുണ്ട്. CPM കേന്ദ്രങ്ങൾ രാഹുൽ ഗാന്ധിയെയും UDF-നെയും അപകീർത്തിപ്പെടുത്തിയെന്ന് കാണിച്ച് 13 ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ സഹിതമാണ് യൂത്ത് ലീഗ് തിരുവമ്പാടി മണ്ഡലം പരാതി നൽകിയത്. പരാതി പരിശോധിച്ച് ഉചിതമായ നടപടികൾ എടുക്കുമെന്ന് മുക്കം പോലീസ് അറിയിച്ചിരിക്കുകയാണ്. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ മറ്റൊരു വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. BJP വിജയിച്ചാൽ ഞങ്ങൾ ഇന്ത്യ കത്തിക്കുമെന്നും രാജ്യം ഭൂപടത്തിൽ ഉണ്ടാകില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ന അവകാശവാദത്തോടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചാൽ ഞങ്ങൾ ഇന്ത്യയെ കത്തിക്കും, ഈ രാജ്യത്തെ ഭൂപടത്തിൽ അവശേഷിപ്പിക്കില്ല. അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും മൂർത്തിഭാവമായ ഈ അസുരവിത്തിന്റെ ധാർഷ്ട്യം കണ്ടില്ലേ? ചൈനയെയും പാകിസ്ഥാനെയും അപേക്ഷിച്ച് ഇവൻ കൂടുതൽ അപകടകാരിയാണെന്ന് തിരിച്ചറിയണം എന്ന വാചകങ്ങളോടെയാണ് പ്രചരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ വൈറൽ പോസ്റ്റ് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. പ്രചരണത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റിനൊപ്പം നൽകിയിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗ വീഡിയോ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ഇതിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ BJP മാച്ച് ഫിക്സിംഗിലൂടെ തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ അതിനുശേഷം ഭരണഘടന മാറ്റിയാൽ മുഴുവൻ രാജ്യത്തും തീ പടർന്നു പിടിക്കും. ഞാൻ പറഞ്ഞത് ഓർത്തു വെച്ചോളൂ, ഈ രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കില്ല എന്നാണ്. ഈ സൂചനകൾ ഉപയോഗിച്ച് അന്വേഷിച്ചപ്പോൾ ഇന്ത്യ മുന്നണി മാർച്ച് 31-ന് രാംലീല മൈതാനിൽ സംഘടിപ്പിച്ച സേവ് ഡെമോക്രസി റാലിയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗമാണിതെന്ന് വ്യക്തവുമായി. റാലിയിലെ പ്രസംഗത്തെ സംബന്ധിച്ച് ദി ടെലഗ്രാഫ് ഓൺലൈൻ വിശദമായ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും രൂക്ഷമായി വിമർശിച്ച രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ക്രിക്കറ്റിൽ നടക്കുന്ന ഒത്തുകളി തെരഞ്ഞെടുപ്പിൽ നടത്താനാണ് മോദി ശ്രമിക്കുന്നതെന്നാണ് ആരോപിച്ചത്. ഈ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് മാച്ച് ഫിക്സിംഗിലൂടെ BJP തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ഭരണഘടന മാറ്റുകയും ചെയ്താൽ രാജ്യം കത്തുമെന്നും രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞതായി ദി ടെലഗ്രാഫ് റിപ്പോർട്ട് വിശദീകരിക്കുന്നു. തുടർന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ സേവ് ഡെമോക്രസി റാലിയിൽ നടത്തിയ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം പരിശോധിച്ചു. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ ലഭ്യമാണ്. 14 മിനിറ്റിന് മുകളിൽ ദൈർഘ്യമുള്ള ഈ വീഡിയോയിലെ 13 മിനിറ്റ് മുതലുള്ള ഭാഗമാണ് വൈറൽ വീഡിയോയിലുള്ളത്. പ്രസംഗത്തിൽ ഉടനീളം BJP സർക്കാരിനെതിരായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധി ഇനിയും BJP അധികാരത്തിലെത്തിയാൽ ഭരണഘടന മാറ്റുമെന്നും അത് രാജ്യത്തിന് തന്നെ ഭീഷണിയാകുമെന്നുമാണ് വിശദീകരിക്കുന്നത്. പ്രസംഗത്തിൽ എവിടെയും ഞങ്ങൾ ഇന്ത്യയെ കത്തിക്കുമെന്നോ രാജ്യം ഭൂപടത്തിൽ ഉണ്ടാകില്ലെന്നോ പറഞ്ഞിട്ടില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ രാഹുലിനെയും കോൺഗ്രസിനെയും പൂട്ടിക്കെട്ടാനുള്ള എല്ലാ പൊറാട്ടു നാടകങ്ങളും BJP കളിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ നുണകൾക്കും അത്ര ആയുസില്ല എന്നതാണ് സത്യങ്ങൾ തെളിയിക്കുന്നത്.